ഈ ആകാശത്ത് തൂങ്ങിക്കിടക്കുന്ന ഐറ്റം ഞാനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമായിരിക്കും, പക്ഷെ എൻ്റെ വീട്ടുകാർ വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. കാരണം ട്രെയിനിൽ ഏറ്റവും അപ്പർ ബർത്ത് എടുക്കാത്ത ഞാൻ എങ്ങനെ ഈ സാഹസത്തിന് മുൻകൈ എടുത്തു എന്ന് അവർ ആലോചിക്കും. ഈ ഒരു ട്രിപ്പിൽ ഞങ്ങളെക്കാളും കൂടുതൽ ആസ്വദിച്ചത് ഈ ഇരിക്കുന്ന കക്ഷിയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ബോട്ടിലിരിക്കുമ്പോൾ ഒന്ന് പേടിച്ചെങ്കിലും അവൾക്ക് ഒരു കോസിലുണ്ടായിരുന്നില്ല. അങ്ങനെ ആടെ ആഭരണങ്ങളെല്ലാം അണിഞ്ഞു. പറഞ്ഞ് അവസാനിക്കുന്നതിന് മുന്നേ അവർ ബോട്ട് എടുത്തങ്ങ് പോയി. ആദ്യത്തെ 2 സെക്കൻഡ് കണ്ണ് തുറന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഈ പരിപാടി കൊള്ളാമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അധികം താഴേക്ക് നോക്കാൻ പറ്റിയില്ല. മുകളിൽ തന്നെ നന്നായിരുന്നു ആസ്വദിച്ചു. താഴേക്ക് നോക്കുമ്പോൾ എനിക്ക് തല ഇറങ്ങുന്നതായിട്ട് ചെറുതായിട്ടൊന്ന് തോന്നി. പിന്നെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി മാത്രം കൈ ഒന്ന് വിട്ടുകൊടുത്തു. പിന്നെ തിരിച്ചങ്ങനെ തന്നെ പിടിച്ചു. ലാൻഡ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാൻ കൈ മുഴുവനായിട്ട് വിട്ടത്. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്. അങ്ങനെ ആ സാഹസം കഴിഞ്ഞു. അടുത്തൊരു സാഹസത്തിനുള്ള പോക്കാണ് ഇത്. എനിക്ക് സത്യം പറയണമെങ്കിൽ ചെറിയ ശ്വാസം മുട്ടൊക്കെ ഉള്ള ആളാണ്. എന്നിട്ടും ഞാൻ ഈ സാഹസത്തിന് മുൻകൈ എടുത്തു എന്നുള്ളതാണ് വേറൊരു സത്യം. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ചൊരു പ്രശ്നം തോന്നിയെങ്കിലും പക്ഷെ ഈ മീനുകളെല്ലാം കണ്ട് ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഞാനൊരു വലിയ സംഭവം അല്ലേ? അത്ര വലിയ സംഭവമൊന്നുമല്ല, എന്നാലും എന്തിനാണോ നമുക്ക് പേടി അതിനെ മറികടന്ന് വരിക എന്നുള്ളതിലാണല്ലോ കാര്യം. പിന്നെ ഈ കാഴ്ച ഇതിവിടെ പതിവാ. കാണുമ്പോൾ ചെറിയ നാണമൊക്കെ വരുമെങ്കിലും രസമല്ലേ?